എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മസാല സ്വീറ്റ് കോൺ ആണ്. അതായത് സ്വീറ്റ് കോൺ ഉപയോഗിച്ചിട്ടുള്ള ചാറ്റ്. നമ്മൾ മോൾസിലൊക്കെ പോണ സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ സിനിമ തിയേറ്ററിലൊക്കെ പോണ സമയത്ത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. കുട്ടികളും വലിയവരും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. പക്ഷെ ഇപ്പൊ പലർക്കും തോന്നുന്നുണ്ടാവുമല്ലേ ഇതിനൊരു റെസിപ്പിയുടെ ഒക്കെ ആവശ്യമുണ്ടോന്ന്. കാരണം വളരെ സിമ്പിൾ ആണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പലപ്പോഴും ഈ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫെയിൽ ആവാണ് ചെയ്യാറ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ മോൾസിൽ നിന്ന് കഴിക്കുമ്പോൾ ബട്ടറിന്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും, പക്ഷെ ബട്ടറിന്റെ കുത്തൊന്നും ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബട്ടറിന്റെ ഒരു ടേസ്റ്റ് കൂടി നിൽക്കും. അതായത് ബട്ടറിന്റെ ഒരു വല്ലാത്തൊരു കുത്ത് വരും, അപ്പൊ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവസാനമാണ് ഈ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് വന്നത്. അപ്പൊ നിങ്ങളായിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പുതുതായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ചാനലും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ സ്വീറ്റ് കോൺ ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പൊളിച്ചെടുക്കാം. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്. ഫ്രഷ് ആയിട്ടുള്ളതല്ലാതെ ഫ്രോസൺ ആയിട്ടുള്ളത് കിട്ടും, അതുപോലെ കുക്ക് ചെയ്തിട്ടുള്ളത് കിട്ടും, പല രീതിയിൽ കിട്ടുമല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇതിൽ നിന്ന് അടർത്തിയെടുക്കുക. ഈ കോൺ കേണൽസ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈസി ആയിട്ട് തന്നെ നമുക്കിത് അടർത്തിയെടുക്കാൻ പറ്റും. പല മെത്തേഡിലും നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് മൊത്തത്തിൽ ലൈൻ ബൈ ലൈനായിട്ടും പൊളിച്ചെടുക്കാൻ പറ്റും നമുക്ക്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് ഇതുപോലെ ആദ്യം ഒരു ലൈൻ നമ്മൾ ഇതുപോലെ മാറ്റും. കണ്ടില്ലേ, കത്തി ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ലൈൻ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ഈസി ആയിട്ട് തന്നെ പോരും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ പെട്ടെന്ന് പോരും. അതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്കിത് എടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ അടർത്തി എടുത്തത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഓൾറെഡി കോൺ ഇതുപോലെ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, 250 ml കപ്പിൽ. ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായോ എന്ത് ടൈപ്പ് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ കേട്ടോ. കോൺ എടുക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം അടർത്തി എടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടർത്തി വെച്ച സ്വീറ്റ് കോണില്ലേ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 5-6 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തന്നെ തിളക്കട്ടെ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ സ്വീറ്റ് കോണൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല അതിന്. കോൺ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ. സ്വീറ്റ് കോൺ തന്നെ പല രീതിയിൽ വരാറുണ്ട്. അമേരിക്കൻ സ്വീറ്റ് കോൺ എന്നൊക്കെ പറഞ്ഞിട്ട് പാക്ഡ് ആയിട്ട് വരാറുണ്ട്. അതിപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോണൊക്കെ കുക്കായ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ സാധാരണ മോൾസിലൊക്കെ പോകുമ്പോൾ ഈ കോണിൻ്റെ നല്ലൊരു മണം വരാറില്ലേ, ആ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അരിച്ചെടുക്കാം. വെള്ളം കളഞ്ഞിട്ട് കോൺ മാത്രം എടുക്കാം. ഞാനിത് ഇതിലേക്ക് അരിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സെയിം കടായിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കടായിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത്രയും ബട്ടറാണ് എടുത്തിരിക്കണത് 1 കപ്പ് കോണിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഇതിപ്പോൾ 1 ടീസ്പൂണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ടീസ്പൂണിൻ്റെ അളവിലാണ്. 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അതായത് മെൽറ്റ് ആവാത്ത ബട്ടറിൻ്റെ അളവാണ് ഞാൻ പറയണത്. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഈ ബട്ടറും കോണും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഈ ഒരു രീതിയിൽ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു അളവിന് ഇത്ര ബട്ടർ തന്നെ മതി കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാലും ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ കൂടും. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
ഇതുപോലെ നമ്മൾ ബട്ടർ ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും, നല്ലൊരു ഫ്ലേവറും വരും. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അതിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മതി, കോൺ ക്രിസ്പി ഒന്നും ആവരുത് കേട്ടോ. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ക്രിസ്പി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഈ ഒരു ചൂടിലിരിക്കുമ്പോൾ. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കോൺ ചാറ്റൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ചൂടോട് കൂടി തന്നെ കഴിക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ രീതിയിൽ മോൾസിലൊക്കെ കിട്ടണത് അവർ നാരങ്ങാനീര്, അതായത് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയുടെ നീരല്ല ചേർത്ത് കൊടുക്കാറ്. ബോട്ടിൽ ലെമൺ ജ്യൂസ് വാങ്ങിക്കാൻ കിട്ടും, അതാണ് സാധാരണ രീതിയിൽ ചേർത്ത് കൊടുക്കാറ്. പക്ഷെ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങാനീര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിയിലല്ലേ ഉണ്ടാക്കുക, ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ. നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി മുഴുവനായിട്ടൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി തന്നെ മതി കേട്ടോ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാൻ കുരു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ജസ്റ്റ് ബട്ടറും ഉപ്പും നാരങ്ങാനീരും മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 പിഞ്ച് തന്നെ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, ഞാൻ പറഞ്ഞുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മസാലയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. പല ഫ്ലേവറിലുള്ളത് സാധാരണ കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാലയ്ക്കും ഒരു ചെറിയൊരു പുളിരസം തന്നെയാണ്. ഞാൻ ചാറ്റ് മസാലയും ഇതുപോലെ ഒരു 2 നുള്ളിനെയാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മോൾസിൽ നിന്നും അതുപോലെ സിനിമ തിയേറ്ററിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും